സിയാൻ്റെ ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞപ്പോൾ അവന് കുറച്ച് കളിപ്പാട്ടങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. കൂടുതലും കിട്ടിയിട്ടുള്ളത് ഡ്രസ്സുകളായിരുന്നു. പിന്നെ അപ്പോൾ ആ ഒരു കളിപ്പാട്ടത്തിൻ്റെ ബോക്സ് ഇരിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് മണി ബോക്സ് ഉണ്ടാക്കിയാലോ എന്നൊരു ചിന്ത വന്നു. അപ്പോൾ നമ്മൾ 2 ബോക്സ് എടുത്തിട്ടുണ്ട് ഇതിൽ. അപ്പോൾ ആദ്യം എടുത്തിട്ടുള്ള ബോക്സ് ഇതാണ്. അപ്പോൾ ഇതിൽ നമ്മൾ മണി ബോക്സിൽ, അതായത് ക്യാഷ് ഇടുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഹോള് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിനെ നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു വോൾ സ്റ്റിക്കറാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇത് മാത്രമേ അവൈലബിൾ ആയിട്ട് ഉണ്ടായിരുന്നുള്ളൂ. മാത്രമല്ല ഇത് കുറച്ചും കൂടി ബെറ്റർ ആയിരുന്നു കേട്ടോ. ബാക്കിയുള്ള ഞാൻ മേടിച്ചിട്ടുള്ള ബാക്കിയുള്ള വോൾ സ്റ്റിക്കേഴ്സിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇത് കുറച്ചും കൂടി ബെറ്റർ ആയിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ ഈ ബോക്സ് നന്നായിട്ട് കവർ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഈ ഒരു പോർഷനിലൊക്കെ ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ഫോട്ടോസ് വെച്ചിട്ട് അറേഞ്ച് ചെയ്യാവുന്നതാണ്. സെക്കൻഡായിട്ട് എടുത്തിട്ടുള്ള ബോക്സ് ഇതാണ്. ഇതൊരു പുള്ളിങ് റൂസ്റ്ററിൻ്റെ ആയിരുന്നു. അപ്പോൾ ഒരു പൂവൻകോഴി ആയിരുന്നു. അപ്പോൾ നമുക്കിതിനെ കൈപിടിച്ച് ഇങ്ങനെ നടന്ന് കളിക്കാനുള്ള ഒരു കളിപ്പാട്ടം. അതൊരു 3 വയസ്സിന് മേലുള്ള ആൾക്കാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഇത് നടന്ന് തുടങ്ങണം, കുട്ടിയൊന്ന് നടന്ന് തുടങ്ങിയിട്ട് ഇതൊക്കെ പിടിച്ച് വലിച്ച് നടക്കണം, അങ്ങനത്തെ ഒരു കളിപ്പാട്ടമാണ്. സിയാൻ ഉറങ്ങിയിട്ടാണ് ഈ ഒരു പരിപാടി ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷേ നടക്കില്ല. അവൻ്റെ ഉറക്കം നോക്കിയിരുന്നാൽ നമ്മുടെ ഒരു കഴിവും നടക്കില്ല. കാരണം ഇവൻ രാവിലെ ഉച്ചയ്ക്ക് ഒന്നും ഉറങ്ങില്ല കേട്ടോ. പിന്നെ അഥവാ ഉറങ്ങുകയാണെങ്കിൽ തന്നെ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു കൂടിപ്പോയ അരമണിക്കൂർ അതിനുള്ളിൽ തന്നെ ആൾ എഴുന്നേറ്റിട്ടുണ്ടായിരിക്കും. ബാക്കിയുള്ള ഫുൾ ടൈം ഇതേപോലെ ആക്റ്റീവ് ആയിരിക്കും കേട്ടോ ആൾ. പിന്നെ അവനും ഒരു ക്യൂരിയോസിറ്റി ഒക്കെ ഉണ്ടാവുമല്ലോ. കാരണം അവൻ്റെ കളിപ്പാട്ടത്തിൻ്റെ ബോക്സ് എടുത്തിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് അവൻ അറിയണ്ടേ. അപ്പോൾ ഞാൻ ആ ബോക്സ്, ആ വോൾ സ്റ്റിക്കർ വെച്ചിട്ട് ഇതും നന്നായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു സൈഡ് എന്തായാലും കുറച്ച് അപാകതകളൊക്കെ ഉണ്ടായിരിക്കും. അവിടെ നമുക്ക് വേണമെങ്കിൽ ഫോട്ടോസൊക്കെ വെച്ചിട്ട് നമുക്ക് അറേഞ്ച് ചെയ്ത് വെക്കാവുന്നതാണ്. പിന്നെ വേണമെങ്കിൽ നമ്മൾ ഈ 1 ലാഖിൻ്റെ സേവിങ്സ് എന്ന് പറഞ്ഞിട്ട് കുറേ മണി ബോക്സൊക്കെ കാണാറില്ലേ, അതുപോലെ നമുക്കൊരു പേപ്പറിൽ കുറേ ചതുരൊക്കെ വരച്ച് ഒരു ബോക്സൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ 10 റുപ്പീസ്, 20 റുപ്പീസ്, 50, 500, 100 എന്നൊക്കെ വെച്ച് നമുക്ക് എഴുതിയിട്ടും നമുക്ക് ഇതിൻ്റെ മുകളിൽ ഒട്ടിച്ചിട്ടൊക്കെ വെക്കാം. പക്ഷേ എനിക്കെന്തോ അതിനോട് വലിയ താല്പര്യമില്ല കേട്ടോ. കാരണം നമ്മൾ അതിൽ ഇടുന്ന പൈസകളൊക്കെ നമ്മൾ ഇതേപോലെ മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ഏകദേശം ഒരു കണക്കുണ്ടായിരിക്കുമല്ലോ എത്ര രൂപ ഉണ്ട് എന്ന്. പക്ഷെ മണി ബോക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിലിടുന്ന പൈസയ്ക്ക് നമ്മൾ അറിയാൻ പാടില്ല. ലാസ്റ്റ് അവസാനം അത് നിറഞ്ഞിട്ട് നമ്മളത് തുറക്കുമ്പോൾ ഇത്രയും രൂപയുണ്ട് അതിൽ എന്നൊക്കെ അറിയുമ്പോഴല്ലേ അതിനൊരു ത്രില്ല് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു തരത്തിലുള്ള ബോക്സ് ഉണ്ടാക്കാത്തത് കേട്ടോ. സിയാൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഇതേ വോൾ സ്റ്റിക്കേഴ്സും കാർഡ്ബോർഡ്സും യൂസ് ചെയ്തിട്ട് ഞങ്ങളൊരു 1 ഉണ്ടാക്കിയതാണ് ആ ഒരു സൈഡിലായിട്ട് കാണുന്നത്. കളിപ്പാട്ടങ്ങളും വണ്ടികളൊക്കെ ധാരാളം ഉണ്ടെങ്കിൽ കൂടി അവനതൊന്നും ആവശ്യമില്ല. അവൻ എപ്പോഴും അവൻ്റെ അമ്മയുടെ കൂടെ ഇങ്ങനെ ഇരുന്നുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ അവൻ വേറെ ഒരു കളിക്കും നിൽക്കില്ല. നമ്മളെവിടേക്കാണ് പോകണത്, നമ്മളെങ്ങോട്ടാണ് തിരിയുന്നത്, നമ്മളൊന്ന് എണീറ്റാൽ മതി, അപ്പോഴേക്കും നമ്മളെ പിന്നാലെ വരും. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള മണി ബോക്സിൽ ഒരു ബോക്സിൽ ഞാൻ സിയാൻ്റെ ഒരു ഫോട്ടോ ഞാൻ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഒരു A3 സൈസുള്ളൊരു ഫോട്ടോ ആയിരുന്നു. ആ ഒരു ഫോട്ടോ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഒരു സൈഡിൽ മാത്രമേ ഒട്ടിച്ചിട്ടുള്ളൂ കേട്ടോ. ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് ഇതേമാതിരി തന്നെയാണ് വെച്ചിട്ടുള്ളത്. വേണമെങ്കിൽ എല്ലായിടത്തും നമുക്ക് ഫോട്ടോയൊക്കെ ഒട്ടിക്കാം. എന്നാലും ഞാൻ തൽക്കാലം ഒരു സൈഡിൽ മാത്രമേ ഒട്ടിച്ചിട്ടുള്ളൂ. പക്ഷേ അടുത്ത ബോക്സിൽ, ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ ആ റോബോട്ടിൻ്റെ ഒരു ബോക്സ് ഉണ്ടായിരുന്നില്ലേ, അതിൽ ഞാൻ പക്ഷേ കുറേ ഫോട്ടോസ് ഒട്ടിച്ചു കേട്ടോ. അത് കുഞ്ഞാപ്പുമാണ്. ഈ ഒരു ബോക്സിൽ അവൻ്റെ ഫോട്ടോസാണ് ഞാൻ കൂടുതലും ഒട്ടിച്ചിട്ടുള്ളത്. സിയാൻ ഉണ്ടാകുന്നതിന് മുമ്പ്, അതായത് കുട്ടികളില്ല എന്നുള്ളൊരു വിഷമമൊക്കെ ഇരിക്കുന്ന സമയത്ത്, അങ്ങനെ ഒരു വിഷമത്തിലിരിക്കുന്ന സമയത്ത് എന്നെ അമ്മേ എന്ന് വിളിച്ചിട്ടുണ്ട്. എന്നെ ഇത്രയും സ്നേഹത്തോടെ അമ്മ എന്ന് വിളിച്ചിട്ടുള്ള എൻ്റെ ഒരു പൊന്നു മോനാണിത്. ഇതെൻ്റെ സിസ്റ്ററിൻ്റെ മോനാണ്. അവനൊരു 8 മന്ത് മുതൽ വീട്ടിലുണ്ടായിരുന്നു. ഒരു 1 ഇയറൊക്കെ കഴിഞ്ഞപ്പോൾ തൊട്ടിട്ട് ഞാൻ തന്നെയാണ് ഇവനെ നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവൻ ഞങ്ങളെ അമ്മ അച്ഛൻ എന്നൊക്കെയാണ് വിളിക്കുന്നത്. അപ്പോൾ ആ ഒരു ബോക്സ്, 2 ബോക്സും ഞാനിങ്ങനെ സെറ്റാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഡേ അല്ലേ, അതുകൊണ്ട് നമുക്ക് തൽക്കാലത്തിന് 50 രൂപ വെച്ചിട്ട് ഇട്ടേക്കാം. അപ്പോൾ 50 രൂപ വെച്ചിട്ട് ഞാൻ 2 ബോക്സിലും ഇടുന്നുണ്ട്. അടുത്ത ദിവസം തൊട്ട് നമുക്ക് വലുതോ എന്തെങ്കിലുമൊക്കെ ഇടാനേ. അല്ലെങ്കിൽ കറക്റ്റ് 1 ഇയറിൻ്റെ ഉള്ളിൽ ഓപ്പൺ ചെയ്യൂ എന്ന് ഞാൻ പറയുന്നില്ല. ചിലപ്പോൾ അതിന് മുന്നേ ഇത് നിറഞ്ഞാലോ. അപ്പോൾ ഇത് എപ്പോഴാണോ എന്നറിയുന്നത് ആ സമയത്ത് നമുക്കിത് ഓപ്പൺ ചെയ്തിട്ട് ഇതിൽ എത്ര പൈസ ഉണ്ടെന്ന് നോക്കാം. ആ പൈസ കൊണ്ട് ഞാൻ എന്താണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് ചെയ്യാനും കുട്ടികൾക്കൊക്കെ മേടിച്ച് കൊടുക്കാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വീട്ടിൽ ആവശ്യമില്ലാതെ കത്തിച്ച് കളയാനായിട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്ന ഒരു 2 ബോക്സ് ഞാൻ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു മണി ബോക്സ് ഉണ്ടാക്കിയിട്ടുള്ളത്.